നമസ്കാരം, എസ് ടി വി മൂവി റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് ലിജിൻ ജോസ് സംവിധാനം ചെയ്ത് മനോരമ മാക്സിൽ സ്ട്രീം ചെയ്തിരിക്കുന്ന ഹെർ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് സ്ത്രീകളുടെ ജീവിതമാണ് പറയുന്നത്. 5ഓളം സ്ത്രീ കഥാപാത്രങ്ങളെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത് കഥ പറയുന്ന ഒരു ആന്തോളജി സിനിമ കൂടിയാണ് ഹെർ. ആന്തോളജി ചിത്രം എന്ന് പറയുമ്പോൾ ഒരു എപ്പിസോഡിന് തൊട്ടടുത്ത എപ്പിസോഡുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ കേരള കഫേ പോലുള്ള ആന്തോളജി ചിത്രങ്ങളൊക്കെ ഈ കഥാപാത്രങ്ങളൊക്കെ ഒരു കഫേയിൽ കണ്ടുമുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹെറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു മൊമെൻറ്റിൽ എല്ലാ കഥാപാത്രങ്ങളും തമ്മിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ പരിചയമില്ലെങ്കിൽ പോലും അവർ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു നറേറ്റീവ് ഒരുക്കിയിരിക്കുന്നത്. ഐശ്വര്യ രാജേഷ്, ഊർവശി, രമ്യ നമ്പീശൻ, ലിജോ മോൾ, പാർവതി തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈ ചിത്രം കാണാനുള്ള ഏറ്റവും വലിയൊരു ആകാംക്ഷ തോന്നിയതെന്ന് പറയുന്നത് ഇതിൻ്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ്, അർച്ചന വാസുദേവാണ്. അർച്ചന വാസുദേവ് ആദ്യമായിട്ട് തിരക്കഥ രചിച്ചൊരു ചിത്രം കൂടിയാണ് ഹെർ. പൊതുവെ പുരുഷന്മാർ സ്ത്രീ കഥാപാത്രങ്ങളെ പോർട്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി മികവോടുകൂടി സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പുരുഷന്മാർ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി മികവോടുകൂടി നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. അത്തരത്തിൽ അർച്ചന വാസുദേവിൻ്റെ സ്ത്രീ കഥാപാത്രങ്ങൾ എത്രത്തോളം മികവോടുകൂടി സ്ക്രീനിൽ വന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ചിത്രത്തിലെ 5 സ്ത്രീ കഥാപാത്രങ്ങളെയും ഓരോ എപ്പിസോഡിൽ ഓരോ കഥാപാത്രങ്ങളെയും ഫോക്കസ് ചെയ്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു നറേറ്റീവ് ഒരുക്കിയിരിക്കുന്നത്. ആദ്യത്തെ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടും ഐശ്വര്യ രാജേഷ് അവതരിപ്പിച്ച കഥാപാത്രത്തിലൂടെയാണ് കഥ പറയുന്നത്. ഐശ്വര്യ രാജേഷിൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു വാണ്ടെന്ന് പറയുന്നത് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സർക്കാർ ജോലി വേണമെന്നുള്ളതാണ്. ആദ്യം തന്നെ അവരുടെ ക്യാരക്ടറിനെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അവരൊറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. സാധാരണ സ്ത്രീകൾക്ക് നേരെ വരുന്ന ചോദ്യങ്ങളൊക്കെ ഐശ്വര്യ രാജേഷിൻ്റെ കഥാപാത്രം നേടേണ്ടി വരുന്നുണ്ട്. കല്യാണപ്രായമായില്ലേ, കല്യാണം കഴിക്കുന്നില്ലേ എന്നുള്ളത്. പക്ഷേ ഐശ്വര്യ രാജേഷിൻ്റെ കഥാപാത്രത്തിൻ്റെ ആഗ്രഹം ഒരു സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഐശ്വര്യ രാജേഷിന് ഒരു പാർട്ട്ണർ ഉണ്ട് എന്നൊരു സൂചനയും തരുന്നുണ്ട്. പാർട്ട്ണറെ ആദ്യത്തെ ഒരു എപ്പിസോഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുമില്ല. ആദ്യത്തെ ഒരു എപ്പിസോഡ് കൂടുതലായി ആ കഥാപാത്രത്തെക്കുറിച്ച് കൂടുതലായിട്ടൊരു ക്ലാരിറ്റി ഒന്നും തന്നുകൊണ്ടല്ല ആദ്യത്തെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്താണ് ആ കഥാപാത്രത്തിൻ്റെ വാണ്ട്, പിന്നെ ഒരു പൊതുനിരത്തിൽ ഇറങ്ങുമ്പോൾ സ്ത്രീ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് അറിയാവുന്ന, നമ്മൾ കേട്ടുമറിഞ്ഞിട്ടുള്ള സംഭവങ്ങളിലൂടെ തന്നെയാണ് ആദ്യത്തെ ഒരു എപ്പിസോഡ് വികസിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എത്തുമ്പം രമ്യ നമ്പീശൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെയാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. രമ്യ നമ്പീശൻ ഒരു തിരക്കഥാകൃത്താണ്, ഒരു ഫിലിം മേക്കറാണ്. അടുത്തൊരു സിനിമയുടെ ഒരു പ്രാരംഭ ചർച്ചയിലാണ്. അപ്പം രമ്യ നമ്പീശൻ്റെ ആ കഥാപാത്രം അടുത്തൊരു സിനിമയെ സമീപിക്കുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ രസകരമായിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. അതിനപ്പുറത്ത് ആ കഥാപാത്രത്തെ ആദ്യത്തെ ഒരു എപ്പിസോഡിൽ സംഭവിച്ചതുപോലെ തന്നെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എത്തുമ്പോഴും ആ കഥാപാത്രം എന്താണ്, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് എന്താണ്, ആ കഥാപാത്രത്തിൻ്റെ ബിലീഫ് എന്താണ്, അങ്ങനെ ആഴങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഒരു സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നൊരു സ്ത്രീയുടെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് നമ്മൾ ഒരുപാട് ചിത്രങ്ങളിലൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് രണ്ടാമത്തെ എപ്പിസോഡിലുള്ളത്. മൂന്നാമത്തെ എപ്പിസോഡിലെത്തുമ്പം ഇതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഊർവശിയാണ്. ഊർവശി പ്രതാപോത്തൻ കോംബോ നല്ല രസമുണ്ടായിരുന്നു. പ്രതാപോത്തൻ്റെ അവസാനത്തെ ചിത്രം കൂടിയാണ് ഹെർ. ഊർവശി പ്രതാപോത്തൻ കോംബോ നല്ല രസമുണ്ടായിരുന്നു. അവരൊരുമിച്ച് ദാമ്പത്യ ജീവിതം വളരെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് ഇരുവരും വളരെ മനോഹരമായി തന്നെ അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പുതിയ സാങ്കേതികത അവരിൽ ഉണ്ടാക്കുന്ന മാറ്റം എങ്ങനെയൊക്കെയാണെന്നാണ് ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടും നറേറ്റ് ചെയ്യുന്നത്. ഇതിലും കഥാപാത്രങ്ങളുടെ ഒരു വാണ്ട് എന്താണ്, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് എന്താണ് എന്നൊന്നും ഒരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു നറേറ്റീവ് അല്ല ഈ ഒരു എപ്പിസോഡിലും. ഈ 2 കഥാപാത്രങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനോടൊപ്പം പുതിയൊരു ഫോൺ മേടിക്കുന്നു. അതിൽ അലക്സ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അവർ പഠിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ ചുറ്റിപ്പറ്റി പോകുന്നൊരു കഥ. എന്താണ് അതിൽ കൂടുതലായിട്ട് പറയാൻ ശ്രമിച്ചത് എന്നൊരു ക്ലാരിറ്റി ഒന്നും ആ ഒരു എപ്പിസോഡിനകത്ത് കിട്ടുന്നില്ല. 4ാമത്തെ എപ്പിസോഡാണ് ലിജോ മോളുടെ കഥാപാത്രത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ലിജോ മോളുടെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പാർട്ട്ണറായിട്ട് ഒരു ഫോട്ടോഷൂട്ടിന് പോകുന്നത്, ഒരു ഔട്ടിങ്ങിന് പോകുന്നത്. അതിനുശേഷം ലിജോ മോൾ വീട്ടിൽ പറയുന്നു, ഈ വിവാഹം വേണ്ട, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുന്നു. പക്ഷേ വീട്ടിൽ ആർക്കും അത് മനസ്സിലാവുന്നില്ല, മുത്തശ്ശിക്ക് മാത്രം അത് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു കഥയിലേക്ക് വന്നു കഴിഞ്ഞാലും ഇത് ലവ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ഹിന്ദി ആന്തോളജി മൂവിയിൽ നമ്മൾ കണ്ട അതേ ഒരു എപ്പിസോഡ് തന്നെയാണ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാലും. അതിൻ്റെ അതേ ഷെയ്ഡുള്ളൊരു എപ്പിസോഡാണ്. ഇതിലും ഒരു വലിയ നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറൊന്നുമില്ല. ഇപ്പോൾ ലിജോ മോളിൻ്റെ കഥാപാത്രമായാലും ആ കഥാപാത്രത്തെ ആഴത്തിലൊന്നും ഇതിലേക്ക് പോർട്രേറ്റ് ചെയ്തതായിട്ടൊന്നും എവിടെയും ഫീൽ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് ചുമ്മാ കണ്ടുവിടാം എന്നതിനപ്പുറത്ത് ഒരു പുതിയതായിട്ട് എന്തെങ്കിലും പറയാനുള്ള ശ്രമമുണ്ടെന്ന് തോന്നിയില്ല.
5ാമത്തെ എപ്പിസോഡിലാണ് പാർവതിയുടെ കഥാപാത്രത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പാർവതി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, സോഫ്റ്റ്വെയർ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് മാറി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അങ്ങനെ പാർവതി അടുത്ത മാസം പാർവതി USA പോകാനുള്ള ഒരുക്കത്തിലാണെന്നും ഈ ക്യാരക്ടറിലൂടെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പാർവതിയുടെ ക്യാരക്ടർ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നേരിടുന്ന സംഘർഷങ്ങളൊക്കെയാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. അതിനോടൊപ്പം തന്നെ ആദ്യത്തെ എപ്പിസോഡിൽ കാണിച്ച ഐശ്വര്യ രാജേഷിൻ്റെ ക്യാരക്ടറിനെ ഈ പാർവതിയുടെ സെഗ്മെൻറ്റിലേക്ക് വരുമ്പം കണക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും ലെസ്ബിയൻ പാർട്ട്നേഴ്സാണ്. ആദ്യത്തെ എപ്പിസോഡിൽ ഐശ്വര്യ രാജേഷ് സംസാരിച്ചിരുന്നത് പാർവതിയോടാണ്. അങ്ങനെ ഈ 2 എപ്പിസോഡും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും 2 കഥാപാത്രങ്ങളെയും അത്രത്തോളം നമുക്കൊരു ആഴത്തിൽ ഫീൽ ചെയ്യുന്ന തരത്തിലല്ല പോർട്രേറ്റ് ചെയ്തത് എന്നുള്ളത് തന്നെയാണ് ഈ എപ്പിസോഡും നമുക്കൊരു പുതുമയുള്ളൊരു അനുഭവമായിട്ട് ഫീൽ ചെയ്യാത്തത്. കാരണം എന്താണ് ആ ക്യാരക്ടറിൻ്റെ സംഘർഷം, എന്താണ് ആ ഒരു സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നം എന്നൊന്നും നമുക്കങ്ങനെ ഒരു ഉപരിപ്ലവമായി പറഞ്ഞു പോകുന്നു ഉള്ളതിനപ്പുറത്ത് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ളൊരു പരിചരണ രീതിയൊന്നുമല്ല. അതുകൊണ്ട് മൊത്തത്തിൽ ഒരു നിരാശപ്പെടുത്തിയ അനുഭവമാണ് ഹെർ സമ്മാനിച്ചത്. ഒരു സ്ത്രീ എഴുത്തുകാരി എങ്ങനെയായിരിക്കും സ്ത്രീ കഥാപാത്രങ്ങളെ പോർട്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു ആകാംക്ഷയോടുകൂടിയാണ് ഈ ചിത്രം കണ്ടത്. പക്ഷേ വളരെ ഉപരിപ്ലവമായി സ്ത്രീകളുടെ കഥ പറഞ്ഞു പോകുന്നൊരു ചിത്രമായിട്ടാണ് തോന്നിയത്. ഇതിലും മനോഹരമായിട്ട് KG ജോർജും മറ്റ് പുരുഷ സംവിധായകരൊക്കെ ഇതിലും ഗംഭീരമായിട്ട് സ്ത്രീകളെ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ഒരു മെയിൽ ഷോവിനിസ്റ്റിൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞല്ല, അതിൽ നിന്നൊക്കെ മാറി ഒരു വ്യത്യസ്ത ആംഗിളിലുള്ളൊരു സ്ത്രീയെ ഒന്നും ഇതിൽ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഹെർ ഒരു നിരാശപ്പെടുത്തിയ അനുഭവമായി മാറിയെന്ന് പറയേണ്ടി വരുന്നത്.